കോട്ടയത്ത് ബി.ജെ.പിയുടെ വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ കേരള കോൺഗ്രസിൻ്റെ തട്ടകമായ കോട്ടയം ജില്ലയിൽ എല്ലാ പ്രദേശത്തും രണ്ടില വാടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിടങ്ങൂർ, പൂഞ്ഞാർ, തെക്കേക്കര, ഐമനം പഞ്ചായത്തുകളാണ് ബി.ജെ.പി ഇത്തവണ നേട്ടമുണ്ടാക്കിയത്. പി.സി. ജോർജിൻ്റെ ഇടമായ പൂഞ്ഞാർ, തെക്കേക്കരയിൽ ആകെയുള്ള 15 സീറ്റുകളിൽ 8 സീറ്റുകൾ നേടി ബി.ജെ.പി ഭരണം പിടിച്ചെടുത്തു. LDF 5-ലും UDF 2 സീറ്റിലുമാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ ഐമനം പഞ്ചായത്തിൽ 7 വാർഡുകളിൽ ജയിച്ചിരുന്ന ബി.ജെ.പി ഇത്തവണ 9 സീറ്റുകൾ നേടി. കിടങ്ങൂർ പഞ്ചായത്തിലാകട്ടെ 7 സീറ്റ് നേടിയാണ് ബി.ജെ.പി ഭരണം പിടിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഇവിടെ 2ാം സ്ഥാനത്തായിരുന്നു. അതേസമയം പാലാ നഗരസഭയിൽ ജോസ് കെ മാണിയുടെ കടുത്ത വിമർശകനായ ബിനു പുളിക്കണ്ടവും മകളും സഹോദരൻ ബിജു പുളിക്കണ്ടവും ജയിച്ചു കയറി. അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രസക്തി പോലും ഇല്ലാതായി. ജോസ് കെ മാണിയുടെ തട്ടകമായ പാലയിലെ പരാജയം പോലെ തന്നെയാണ് വാഴൂർ നിയോജക മണ്ഡലത്തിലെ കറുകച്ചാൽ പഞ്ചായത്തിലെ ഫലവും കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് തന്നെ അടിയായത്. കറുകച്ചാൽ പഞ്ചായത്തിലെ അഞ്ചാനി എന്ന 16ാം വാർഡ് കാഞ്ഞിരപ്പള്ളി MLAയും കേരള കോൺഗ്രസ് നേതാവും ഗവൺമെൻറ് ചീഫ് വിപ്പുമായ N. ജയരാജിൻ്റെ വാർഡ് കൂടിയാണ്. 2015-ലാണ് ഈ വാർഡ് ആദ്യമായി ബി.ജെ.പിയുടെ പ്രതിനിധി ജയിച്ചു വരുന്നത്. എന്നാൽ 2020 എതിർമുന്നണിയായിട്ടും കോൺഗ്രസിൻ്റെ സഹായത്തോടെ കേരള കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചു പിടിച്ചിരുന്നു. എന്നാൽ 2025 ഏകദേശം 48% വോട്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് ബി.ജെ.പി ആ വാർഡ് വീണ്ടും പിടിച്ചെടുത്തു. സ്വന്തം വാർഡ് മാത്രമല്ല, കറുകച്ചാൽ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന സീറ്റ് പോലും നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് ഇപ്പോൾ സംപൂജ്യരായി നിൽക്കുകയാണ്. ചിറക്കടവ് പഞ്ചായത്തിലും 7ാം വാർഡിൽ കേരള കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് റിബലായ ആന്റണി മാർട്ടിൻ 432 വോട്ടുകളുടെ ജയമാണ് നേടിയത്. ഇതോടെ കോട്ടയത്തെ പല പഞ്ചായത്തുകളിലും രണ്ടില വാടുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാവി എന്താകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകളുടെ തുടക്കം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്.